തെങ്ങുകൾ ധാരാളമുള്ള സ്ഥല, മധുരക്കള്ള് കിട്ടാൻ ഒരു വിഷമം ഉണ്ടാവില്ല, അല്ലേ ഉണ്ണി? അതെ മാഷേ, എന്റെ വീട്ടിലേക്കാ നമ്മൾ പോണത്, കള്ള് ഷോപ്പിലേക്കല്ല. ടൗണിലേക്ക് മടങ്ങുന്നവരെ എല്ലാം കട്ട്. മാഷേ, നമുക്ക് വൈകുന്നേരം പുറത്തുപോയി അന്തി അടിക്കാം. എന്താ 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 കള്ളു കുടിച്ചോണ്ട് രണ്ടിനെ ഈ പഠിക്കാത്ത ഞാൻ കേട്ടില്ല. കള്ളു കുടിക്കില്ല, പുക വലിക്കില്ല, ഇയാൾ എന്ത് മരം കൊടനാ എന്ന ആളുകൾ പറയുമായിരിക്കും, പക്ഷെ കുലുങ്ങരുത്. ഈ വാചം ഒന്ന് കുറയ്ക്കാമോ? മാഷേ, ഇവനെ ഒരു തവണ ഒന്ന് അടുപ്പിച്ച് കിട്ടിയാൽ മതി, ബാക്കി കാര്യം ദാസനേറ്റു. നോക്കട്ടെ. അയ്യോ ഉണ്ണീട്ടൻ, അമ്മേ ദേ ഉണ്ണീട്ടൻ. ഇവരൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ മുതലാളിയാ, ശ്രീമാൻ ചാത്തുണ്ണി. ഇതെന്റെ അസിസ്റ്റന്റ് ദാസൻ. എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും കൂടിയാ. ഇത് പറയണ്ട, ഇത് അമ്മ, ഇത് ശ്രീദേവി. എല്ലാം വിശദമായി ഉണ്ണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അകത്തോട്ടിരിക്കാം. കുടിക്കാൻ എന്താ എടുക്കേണ്ടേ? നീയല്ലേ പറഞ്ഞത് ഇവിടെ ഒന്നും കുടിക്കാൻ കിട്ടില്ല എന്ന്? എനിക്ക് ബ്രാൻഡി മതി. നിനക്ക് ബ്രാൻഡി മതിയാ? എന്താ സംഭാരം? എടുക്കാം. കറികളൊന്നും അത്ര ശരിയായിട്ടുണ്ടാവില്ല. ഏയ്, അസലായിട്ടുണ്ട്. നല്ല നാടൻ ഭക്ഷണം കഴിച്ചിട്ട് ഒരു 500 കൊല്ലായി. അത് അമ്മേ, മൂപ്പരാളൊരു രസികനാ. കമ്പനിയിൽ വെച്ച് എപ്പോഴും തമാശ പറഞ്ഞോണ്ടേ ഇരിക്കും. ഞങ്ങൾക്കൊക്കെ സമയം പോണതേ അറിയില്ല. ഇതിന് പകരം മറ്റവനെങ്ങാനായിരുന്നെങ്കിൽ കരിങ്ങാലി, അതാ മൂപ്പർക്ക് കൂടുതൽ ഇഷ്ടം. എന്താ കുളത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്. അമ്മ ഇവിടെ അടുത്ത് എങ്ങനെ കുളം ഉണ്ടോ? ഇവിടെ അടുത്തുണ്ട്. ഞാൻ കുളത്തിൽ കുളിച്ചിട്ട് ഏതാണ്ട് ഒരു 500 മീറ്റർ ഒന്നും പോണ്ട, തൊട്ടടുത്തുണ്ട്. വൈകുന്നേരം നമുക്ക് മുങ്ങി കുളിക്കാം. പറഞ്ഞതുപോലെ ശ്രീദേവിയുടെ കല്യാണക്കാരി എന്തായി? പലരും വരുന്നുണ്ട്. ചോദിക്കുന്നതൊക്കെ വലിയ തുകയാ. എവിടുന്ന് കൊടുക്കാനാ? കാശിന്റെ കാര്യത്തെ കുറിച്ച് ഓർത്ത് അമ്മ വിഷമിക്കണ്ട. എനിക്ക് സ്വന്തക്കാരായിട്ട് ആരും തന്നെ ഇല്ല. ഇവര് രണ്ടാളും എനിക്ക് എന്റെ മക്കളെ പോലെയാ. എനിക്കുള്ള എല്ലാ സ്വത്തുക്കളും ഇവർക്ക് അവകാശപ്പെട്ടതാ. സ്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്തു പറയുന്നു എന്റെ പ്രിയപ്പെട്ട ചെറിയമ്മ? ഞാനത് പറഞ്ഞില്ലല്ലോ. പങ്കജും അനിയന്മാരും ഒക്കെ വിറ്റുപെറുക്കി നാട്ടിന് പോവാത്രേ. അച്ഛൻ ഉറങ്ങുന്ന മണ്ണ, അത് വേറെ ഒരാളുടെ കയ്യിൽ പോയാ ആരാ അവിടെ ഒരു തിരിവെക്കുക? അമ്മ വിഷമിക്കണ്ട, നമുക്ക് അവകാശപ്പെട്ട ആ ഭൂമി നമ്മുടെ കയ്യിൽ തന്നെ വരും. മനസ്സിലായി. തന്റെ ഈ ചൊറിയമ്മയെ ഒരു പാഠം പഠിപ്പിക്കും. എന്താ? കാശൊന്നും എന്റെ മുതലാളിക്ക് ഒരു പ്രശ്നമേ അല്ല. എത്ര വേണ്ട വെച്ചാ പറഞ്ഞോളൂ. വേണോ? അയ്യോ, ഒരു ചായ കൂടി വേണമായിരുന്നു. അല്ലേ വേണ്ട, മാഷ് കുടിച്ചോ. മാഷ് കൂടി കുടിക്കാല്ലേ പറഞ്ഞത്? അയ്യോ, തെറ്റിദ്ധരിക്കരുത്. ഞാൻ എന്തും പിതൃക്കൾക്ക് കൊടുത്തിട്ടേ കഴിക്കും. അങ്ങനെ. കാര്യം പറയട്ടെ. എനിക്ക് ഈ ചായയും കീയതും വേണ്ട. മറ്റവൻ എങ്ങനെ ലേശം കിട്ടാൻ? മിണ്ടി പോരുത്. ഇവന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇവന് തലയ്ക്ക് നല്ല സുഖമില്ലാത്തവനാ. മുഖം കണ്ടൊന്ന് വട്ടാണെന്ന് പറയാൻ പറ്റില്ല. എത്ര കാശുണ്ടെങ്കിലും തരാമെന്ന് പറയുന്നുള്ളൂ. അതാ എനിക്ക് സംശയം. അതെ. പിന്നെ എപ്പോഴും തന്തയ്ക്ക് പറഞ്ഞാലോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കും. അയ്യോ, കൈ 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 വിടാനാ പറഞ്ഞു. ചവിട്ടി തരും. തന്തയ്ക്ക് പറഞ്ഞ എന്താ ചെയ്യുന്നു? എന്തുണ്ടാ ചെക്കാ നീ? അതെ, ഞാൻ നാളെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. അതിന്റെ റിഹേഴ്സൽ നോക്കിയതാ. പിന്നെ ഈ വീടും പറമ്പും മാത്രമല്ല, നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യമുള്ള എല്ലാ സ്വത്തുക്കളും എന്റെ മുതലാളി വാങ്ങിച്ചോളൂ. ആരാ നിങ്ങളുടെ മുതലാളി? ഒരു പരിചയപ്പെടുത്തരാം. കാറിൽ അയ്യടാ, നീയായിരുന്നോ മുതലാളി? ആലോലാതെ കൊള്ളാം. വേഷവും കെട്ടി നാടകക്കാരനെ കൂട്ടി വന്നിരിക്കല്ലടാ. നിന്റെ പഴയ നാടകങ്ങൾ ഇനിയും നിർത്താറായിട്ടില്ലേ? ഇല്ല ചെറിയമ്മേ, കളികൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അയ്യടാ, അതൊന്നും ഈ പങ്കയത്തിന്റെ അടുത്ത് ചെലവാകത്തില്ല. ഇവന്മാരുടെ അടുക്കുന്ന തട്ട് കിട്ടുന്നതിന് മുമ്പ് വേഗം സ്ഥലമിട്ടാ നോക്ക്. അല്പം കൂടി സ്നേഹത്തോടെ സംസാരിച്ചൂടെ? നീ എന്നെ സ്നേഹവും മര്യാദയൊന്നും പഠിപ്പിക്കണ്ട. എന്താടാ നോക്കിയിരിക്കുന്നത്? പിടിച്ച് പുറത്താക്കട്ടെ വേണ്ടിനും. ഇങ്ങോട്ട് പറയണം.
ഭാർഗവ അയ്യോ ഭാർഗവ ഭാർഗവ അയ്യോ അയ്യോ എന്താ ഇത്? അയ്യോ എന്റെ അമ്മച്ചേ അയ്യോ ഭാർഗവ അയ്യോ 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 എനിക്ക് വയ്യ വോട്ടേ വോട്ടേ എന്ന് വിചാരിക്കും തോറും നീയൊക്കെ എന്നെ കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നിന്നൊക്കെ ഞാൻ ഗോപാല എന്താ എന്താ ഇത്? അയ്യോ ഭാർഗവ എനിക്ക് പേടിയാവുന്നു. ഭാർഗവ അമ്പലത്തിൽ ചെന്നപ്പോ എല്ലാരും എന്നോട് ചോദിക്കുക ഉണ്ണികൃഷ്ണന് നിധി കിട്ടിയോന്ന്. ശ്രീദേവിക്കും ഭവാനിക്കും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തെറച്ച് സ്വർണവും കാശും ഒക്കെ അവൻ കൊണ്ട് കൊടുക്കുന്നതാ തെക്കേലെ അപ്പുക്കുട്ടൻ പറയുന്നത്. കമ്പനിയിൽ എത്ര വലിയ ഉദ്യോഗം ഉണ്ടെങ്കിലും ഇത്ര പെട്ടെന്ന് കാറൊക്കെ സ്വന്തമാക്കാൻ പറ്റും. ആ ഇതിൽ എന്തോ ചതിയുണ്ട് ചേച്ചി. കൂടെ വന്ന പാഷാണം ചെറുക്കനെ മട്ടുങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവന് പട്ടൊന്നുമല്ല, വേറെ എന്തോ ചുറ്റിക്കളിയാ. ഞാൻ എത്ര പ്രാവശ്യം അവരെ അടിക്കാൻ വാങ്ങിയതാ, കമ്പ് ആരോ പിറകെ പിടിച്ച് വലിക്കുന്ന പോലെ. ശരിയാ, എന്റെ മുടിയാലും ആരോ പിടിച്ച് വലിക്കുന്നെന്ന് എനിക്കും തോന്നിയെന്നേ. തോന്നിയല്ലോ, ആ, തോന്നി. അതാ പറഞ്ഞത് ഇത് കുട്ടിച്ചാത്തൻ സേവയാണെന്ന്. മന്ത്രവാദത്തിലും ക്ഷുദ്രപ്രയോഗത്തിലും ഒരു താല്പര്യമില്ലാത്ത ഒരുവൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ചാത്തൻ സേവ എങ്ങനെ വശമാക്കാനാ? അത് കൂടെ കൂടിയിരിക്കുന്ന ആരാണെന്ന് അറിഞ്ഞാലേ പറയാൻ പറ്റൂ. കാളിയാണോ, ചാത്തനാണോ, മാടനാണോ, യക്ഷിയാണോ, ആരാണോ അവനെ സഹായിക്കാൻ എത്തിയിരിക്കുന്നതെന്ന് ഒരാൾക്കേ അറിയൂ. ചത്തുകിടക്കുന്ന ആനയെ പോലും നടത്തിക്കൊണ്ടു ആളെപ്പറ്റി കേട്ടിട്ടില്ലേ? വലിയ ദുർമന്ത്രവാദി. അയാളുടെ പേര് കേട്ടാൽ ഏത് ചാത്തനും കിടുകിട പറയ്ക്കും, പറക്കും. ഉണ്ണികൃഷ്ണനെ കളിയൊക്കെ അവസാനിപ്പിക്കാൻ അങ്ങനെയൊക്കെ പറ്റൂ. എന്ത് വിറ്റിട്ടാണെങ്കിലും ശരി, നമുക്ക് അയാളെ ഇവിടെ കൊണ്ടുവരണം. എന്തായുടെ പേര്? പാതാളം ഭൈരവൻ. ഓം ഖണ്ഡാകർണ വിശാലാക്ഷ ലക്ഷ ഹല 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 ഹുദ ഹുദ ഹേരി ഹേരി ഹും ഹട്ട് സ്വാഹ. ചാത്തനും ഒടിയനും രക്ഷസുമല്ല ശത്രുവിന്റെ സഹായത്തിനെത്തിയിട്ടുള്ളത്. അവൻ വിക്രികൾ നടത്തിയ സ്ഥലം എനിക്ക് കാണണം. ആ അന്തരീക്ഷത്തിൽ ബാഹ്യശക്തിയുടെ അദൃശ്യ വലയം ഇപ്പോഴും ഉണ്ടാവും. ആ വലയവും പഥസഞ്ചാരവും ഹോമഗണനത്തിന് വിധേയമാക്കിയാൽ എല്ലാം വ്യക്തമാകും. ഓം ഫട് ഫുർ ഫു സ്വരോപതി ദിഗ്ബന്ധ. എങ്ങനെയെങ്കിലും ഉണ്ണികൃഷ്ണനെ ഒന്ന് ഒതുക്കി തരണം. നിങ്ങൾ ഒന്നുകൊണ്ടും വ്യാകുലപ്പെടേണ്ടതില്ല. ഇന്നേക്ക് 28-ാം നാൾ വെള്ളിയാഴ്ച അമാവാസി ദിവസം മകം നക്ഷത്രത്തിൽ 49 നാഴിക 30 വിനാഴികയ്ക്കകം അവന്റെ സഹായത്തിന് എത്തിയിട്ടുള്ള ആ ബാധയെ ഭൂതജടയൻ വിധിപ്രകാരം ഞാൻ ആവാഹിച്ച് എന്റെ അടിമയാക്കിയിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് പാതാളം ഭൈരവൻ എന്നല്ല, വരീൻ.